ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിയസ്റ്റ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് പൊട്ടാറ്റോ വെച്ചിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് കഴിക്കുമ്പോൾ ഒക്കെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. കച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് പൊട്ടാറ്റോ വേവിച്ച് നല്ലപോലെ മാഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇത് പൊട്ടാറ്റോ ഞാൻ വേവിച്ചെടുക്കുമ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും, ഇത് വറുത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2/3 കപ്പ് കോൺഫ്ലവർ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്കൊരു ഡോ പോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതിൽ കൂടുതൽ കോൺഫ്ലവറിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എത്രത്തോളം വേണ്ടി വരും പൊട്ടാറ്റോൻ്റെ ഇതിനനുസരിച്ച് നിൽക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ചെടുക്കുക കേട്ടോ. ഒരു ചപ്പാത്തിൻ്റെ ഡോ ഒക്കെ പോലെ കുഴച്ചെടുക്കുക. ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നല്ലപോലെ തന്നെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ മാവ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ നല്ലപോലെ ഒന്ന് മാവിൻ്റെ മുകളിലും ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് അത് കൈകൊണ്ട് തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഒരു 1/2 ഇഞ്ച് കനത്തിൽ നമ്മളെ കൈകൊണ്ട് ഇനി റോളർ കൊണ്ട് പരത്തിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്ന് പരത്തി കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് കനത്തിലൊന്ന് പരത്തി കൊടുക്കുക. കൈകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ കഴിയും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ഒന്ന് ഓയിൽ തടവി കൊടുക്കുക. ഇനി ഇതുപോലെ ഒരു നോസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ അടപ്പോ വെച്ചിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈസി ആയിട്ടുള്ള ഷേപ്പിന് നിങ്ങൾ കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പം ഞാനിതാ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം എടുത്തു കേട്ടോ ഇതേപോലെ ഷേപ്പാക്കി എടുക്കാൻ. എന്നാലും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഒരു പാനിൽ ഇവിടെ ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കണ്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ക്രിസ്പി ആവുന്നത് വരെ പിന്നെ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടേത് അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും.